ഗോപ്സിൻ്റെ ബാഗ് നോക്കി സ്കൂളിൽ പോകാമെന്ന് പറഞ്ഞ് നടക്കുകയാണ് ഇവൻ. ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള ആമ്പൂർ ചിക്കൻ ബിരിയാണി സെൻറ്ററിൽ നിന്ന് ചിക്കൻ ബിരിയാണി, ചിക്കൻ 65 ഒക്കെ മേടിച്ച് വയറ് നിറച്ചു. കുറച്ച് നേരം ഒന്ന് കിടന്നിട്ട് ഞങ്ങൾ നേരെ ലേക്കിലേക്ക് ഇറങ്ങി. വെയിലൊന്നുമില്ല, നല്ല ക്ലൈമറ്റാണ്. കാശിയുടെ ആദ്യത്തെ ലേക്കിലേക്കുള്ള യാത്രയാണ്. അവൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവനോട് ഞാൻ പറഞ്ഞു അവനെ ബോട്ടിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ കാറിലിരുന്നപ്പോൾ തൊട്ട് അവൻ ബോട്ടിൽ കയറണം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 4 സീറ്ററിൻ്റെ ഒരു ബോട്ടിന്, പെഡലിംഗ് ബോട്ടിന് 300 രൂപയാണ് അരമണിക്കൂർ നേരത്തേക്ക് നമുക്ക് ചാർജ് ആവുന്നത്. ആദ്യം അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് ഇവിടെ വന്ന് നമുക്ക് സ്യൂട്ടബിളായിട്ടുള്ള ലൈഫ് ജാക്കറ്റ്, അത് എന്തോരം സപ്പോർട്ട് തരുമെന്നൊന്നും അറിയത്തില്ല, അതൊരെണ്ണം എടുത്തിട്ട് കൊച്ചിനും ഒരെണ്ണം ചെറുത് കണ്ടപ്പോൾ അത് എടുത്ത് ഇടിപ്പിച്ചിട്ട് ഞങ്ങളവിടെ വന്ന് വെയിറ്റ് ചെയ്തു. അവിടെ ഒരു ആൾ നിൽപ്പുണ്ട്. പുള്ളി അത് സ്കാൻ ചെയ്ത് നമുക്ക് സ്യൂട്ടബിളായിട്ടുള്ളൊരു ബോട്ട് കാണുമ്പോഴത്തേക്കും നമ്മളതിൽ കയറിയിരിക്കാൻ സഹായിക്കും. ആ സ്കാൻ ചെയ്യുന്ന സമയം തൊട്ടുള്ള അരമണിക്കൂറാണ് കൺസിഡർ ചെയ്യുന്നത്. അതിൽ കൂടുതൽ സമയം എടുത്തു കഴിഞ്ഞാൽ അവർ കൂടുതൽ പൈസ മേടിക്കുന്ന ഓൾറെഡി നമ്മളെ വാൺ ചെയ്തു. നല്ല ക്ലൈമറ്റാണ്, കോട കുറവാണെങ്കിലും നല്ല തണുപ്പുണ്ട്. എല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ട് ശരിക്കും. അതേപോലെ തന്നെ ക്രൗഡ് അത്രത്തോളം ഇല്ല. കാരണം ഇപ്പോൾ നിങ്ങൾക്കറിയാം, കൊടൈക്കനാൽ വരണമെങ്കിൽ ഇ പാസ് മാൻഡേറ്ററി ആണ്. തമിഴ്നാട്ടിലെ മെയിനായിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകളിലെല്ലാം വരാനായിട്ട് ഇ പാസ് നമ്മൾ മാൻഡേറ്ററി ആണ്. നമ്മൾ ഇ പാസ് എടുക്കുമ്പോഴത്തേക്കും അതിൽ നമ്മൾ വരുന്ന വണ്ടി, എത്ര പേര് വരുന്നുണ്ട്, ആ വണ്ടിയുടെ മാനുഫാക്ചറിങ് ഇയർ, ഇതെല്ലാം ചോദിക്കുന്നുണ്ട്. അവിടെ നിന്ന് ഇറങ്ങി ഒരു കാപ്പിയും കുടിച്ച് ഞങ്ങൾ നേരെ അടുത്തുള്ളൊരു ഷോപ്പിലേക്ക് നടന്നു. അവിടെ സായിബാബേനെ കണ്ടപ്പോഴത്തേക്കും അമ്മയ്ക്ക് സായിബാബേനെ വേണമെന്നും പറഞ്ഞിട്ട് അത് മേടിക്കുന്ന രംഗമാണ് ഈ കാണുന്നത്. അവർ നല്ല നീറ്റായിട്ട് പാക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മയ്ക്കൊരു സ്വെറ്റർ മേടിച്ച് നേരെ ബ്രയൻ പാർക്കിലേക്ക് നടന്നു. അവിടെ 60 രൂപയ്ക്ക് പാർക്കിംഗ് ഉണ്ട് നമുക്ക് ഈ ബോട്ടിങ്ങിനടുത്ത് തന്നെ. അപ്പം അവിടെ നിന്ന് അടുത്ത് തന്നെ നടന്ന് നമുക്ക് കോക്കേഴ്സ് വാക്ക്, ബ്രയൻ പാർക്ക് ഇതെല്ലാം കാണാം. നാട്ടിൽ നിന്ന് വന്നേക്കുന്ന ഒരു സ്കൂൾ ഗ്രൂപ്പ് ഇതിലേക്ക് ഇറങ്ങി നടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ പിള്ളേരുടെ ഭയങ്കര കലകലാരവും കളിയാണ് അവിടെ കിടന്ന്. ഞങ്ങളതിനകത്ത് കയറി കുറച്ച് നേരം ഫോട്ടോ ഒക്കെ എടുത്ത് അതിലേക്ക് ഇറങ്ങി നടന്നപ്പോഴത്തേക്കും ചെറുതായിട്ട് മഞ്ഞ് പെയ്യുന്ന പോലെ മഴ ചാറാൻ തുടങ്ങി. അതും കൂടി ആയപ്പോഴത്തേക്കും നല്ല തണുപ്പായി. ക്ലൈമറ്റ് അങ്ങ് ഇരുണ്ടു മൂടി വന്നു. ഒരു 4:30 മണിക്കുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. ശരിക്കും അവിടെ നോക്കി 6 മണിയായിട്ട് തോന്നും. ഇവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളൊരു യൂക്കാലിപ്റ്റസ് ഓയിൽ ഇറങ്ങി മേടിച്ച് പാർക്കിങ്ങിൻ്റെ അവിടെ എത്തിയപ്പോഴാണ് ഈ രംഗം കാണുന്നത്. ഇവിടെ നല്ല ചൂട് ബജിയും പൊട്ടറ്റോ ഫ്രൈസും ഒക്കെ ഇരിപ്പുണ്ട്. ഞാൻ അപ്പുറത്ത് പോയിട്ടൊരു പൊട്ടറ്റോ ഫ്രൈയും അച്ഛൻ പോയി കോണും മേടിച്ചുകൊണ്ട് വന്നു. കോണിന് നല്ല രുചിയുണ്ടായി. പൊട്ടറ്റോ ശരിക്കും ഭയങ്കര കട്ടിയായിരുന്നു, അതങ്ങ് വെന്ത പോലെ തോന്നുന്നില്ല. അതാണ് അമ്മ കഷ്ടപ്പെടുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ കുറച്ചുകൂടി വിശന്നപ്പോഴത്തേക്ക് ഒരു ഗോപിയും മേടിച്ച് നേരെ റൂമിലേക്ക് വന്നു. അവിടെ വന്നപ്പോഴത്തേക്ക് അവൾക്ക് പിന്നെയും ഒരു ചായ കുടിക്കണമെന്ന് പറഞ്ഞ് നേരെ ഇറങ്ങി അടുത്തുള്ള കഫേയിൽ നിന്ന് ഈ കേക്കും ചായയും കുടിച്ച് റൂമിലെത്തിയപ്പോഴത്തേക്കും ഇതായിരുന്നു ക്ലൈമറ്റ്. അപ്പോൾ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് യു ബീൻ ഹിയർ?